പുലിക്കുട്ടന്മാരാണ് ആ പോണത്. ദിപ്പിക്കാണ് ഡാൻസ് കളിക്കണ. സ്പോർട്സ് ഫോറം ചെയർമാൻ ജിതേഷ് പള്ളിക്കര, വിമൻ സിംഗിൾസ് സിജി ആൻഡ് സുനിത, ജിനോ കുര്യാക്കോസിനെ ക്ഷണിക്കുന്നു. മെഡല് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ജിനോ കുര്യാക്കോസ്. അപ്പോൾ ഗഡികളെ നമസ്കാരം കേട്ടാ. നിങ്ങളിപ്പോൾ ഒരു വീഡിയോ കണ്ടില്ലേ, ഞങ്ങളുടെ ബാഡ്മിൻ്റൺ ക്ലബിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഞങ്ങൾ പോയിട്ട് ഒരു ട്രോഫി കിട്ടിയ സാധനങ്ങൾ നിങ്ങളെ കണ്ടത്. അപ്പോൾ ഞങ്ങളുടെ ഒരു ക്ലബ്ബുണ്ട് ഇവിടെ, ഫ്ലോറിഡ ഫെദേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ്, അതിലേക്ക് നമ്മൾ ആ ടൂർണമെൻറ്റിന് പോയ കഥകളും അതിലേക്ക് എത്തിപ്പെടാനുള്ള കാര്യങ്ങളും അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോണത്. അപ്പോൾ ഞങ്ങൾ നിങ്ങളെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാണ്, വാക്കിംഗ് വിത്ത് ജിമ്മിയിലേക്ക്. ഞങ്ങളുടെ ക്ലബിന്റെ പുലിക്കുട്ടന്മാരാണ് ആ പോണത്. ആക്റ്റീവായിട്ട് ഇപ്പൊ ഞങ്ങൾ 8 ആളുണ്ട്. ബാക്കിയുള്ളവർ ഇൻആക്റ്റീവ് ആണ്, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മൾ കളിക്കാൻ വരും. അപ്പോൾ കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ഫ്ലോറിഡ ഫെദേഴ്സിന്റെ ഇത്രയും മെമ്പേഴ്സ് ഉള്ളപ്പോൾ നമ്മൾ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുമ്പോൾ അതിന്റെ ഒരു രസം വേറെയാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് നമുക്ക് അങ്ങോട്ട് പരിചയപ്പെടാം. ഇനി ദിപ്പിക്കാണ് ഡാൻസ് കളിക്കുന്ന അങ്കിളുണ്ടല്ല, മോഹൻ ചേട്ടൻ. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആള്. കാരണം മോഹൻ ചേട്ടൻ്റെ വീട്ടിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവരുടെ വീടിന്റെ ബാക്ക് യാർഡിലാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. 20 വർഷമായിട്ടുള്ള ക്ലബ്ബെന്ന് പറഞ്ഞില്ലേ, അവരുടെ വീട് 20 വർഷമായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, അവരുടെ ബാക്ക് യാർഡ്. അതേപോലെ ഈക്വൽ ഇമ്പോർട്ടൻ്റ് അതാണ് ജയിക്കപ്പെട്ടി ഞങ്ങള്. ജയക്കുട്ടി ചായന എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കം തുടങ്ങിയുള്ളതാണ് ഇവിടെ. പുള്ളി മിലിറ്ററിയിൽ നിന്ന് റിട്ടയർഡ് ആണ്. മോഹൻ ചേട്ടനും മിലിറ്ററിയിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടാ. ഇന്ത്യൻ എയർഫോഴ്സിലെ ഗഡികളായിരുന്നു രണ്ടുപേരും. അപ്പോൾ ആളും ഭയങ്കര ആക്റ്റീവാണ്. കുറച്ച് നാളായിട്ട് പുള്ളി നമ്മുടെ കൂടെ അത്ര ആക്റ്റീവ് അല്ല. കുറച്ച് വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുട്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേരക്കിടങ്ങളൊക്കെ ആയിട്ട് കുറച്ച് എൻഗേജ്ഡ് ആണ് പുള്ളി എപ്പോഴും. അപ്പോൾ ആ ഒരു കാര്യമുള്ളൂ. പിന്നെ ഞങ്ങളുടെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് ജയക്കുട്ടി ചായന. ഈ കാണുന്ന വ്യക്തി ഉണ്ടല്ല, ആളുടെ പേര് റെജീന. ഒരു 1.5 മനുഷ്യനാണ്. ആ നോട്ടം കണ്ട, ആ നോട്ടത്തിൽ എല്ലാവരും ഉണ്ട്. പുള്ളി ഏറ്റവും ആദ്യം ഞങ്ങൾ കളിക്കാൻ തുടങ്ങുന്ന സമയത്ത് ബാറ്റ് തന്നെ ശരിക്കും പിടിക്കാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. നമ്മൾ ഓരോ ഷോട്ട് എടുത്തു കൊടുക്കണം, പുള്ളി നമ്മളൊരു നോട്ടം നോക്കും. പക്ഷെ അതിനുശേഷം പുള്ളിയുടെ ഇമ്പ്രൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാജിക്കൽ ഇമ്പ്രൂവ്മെന്റ് ആയിരുന്നു പുള്ളിയുടെ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പുള്ളിനെ ഒരു ടീമിൽ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ടീമിന് ഭയങ്കര സപ്പോർട്ടാണ് പുള്ളി. നമ്മൾ എങ്ങനെ സ്മാഷ് അടിച്ചാലും പുള്ളി അത് എപ്പോഴെന്നെങ്കിലൊക്കെ തോണ്ടിപ്പറക്കി ഇപ്പുറത്തേക്ക് ഇടും. നമ്മളെ മാനസികമായിട്ടാണ് തളർത്തി കളയാനുള്ളത്. നമ്മൾ ഏറ്റവും അവസാനം നമ്മൾ വേണ്ടാന്ന് വെക്കുക, അമ്മാതിരി കളിയാ പുള്ളി കളിക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് കളിക്കില്ല പുള്ളി, ടീമായിട്ടുള്ള പുലിയ. പിന്നെ ഈ കാണാനാണ് നമ്മുടെ അജിക്കുട്ടൻ. അജിക്കുട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത ഒരു ലോക്കൽ മോഹൻലാലാണ്. പുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഈ തടിയൊന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കുന്ന വേണ്ടട്ടാ. പുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്രൗണ്ടിൽ എവിടെയാണെങ്കിലും പുള്ളി എത്തുന്നുള്ളതാ. നല്ല സ്മാഷുകളും നല്ല പ്ലേസുകളും പുള്ളിയുടെ ഒരു പ്രത്യേകതകളാണ്. അപ്പോൾ ആ കളിയിൽ തന്നെ നമുക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും. പുള്ളിയുടെ ഒപ്പം നമ്മളൊരു ടീം മെയിൻറ്റെയിൻ ചെയ്ത് കളിക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും നമുക്ക്. കൂടുതലും ഞങ്ങൾ ഇൻഡോറിൽ പോണ സമയത്ത് ഞാനും പുള്ളിയാണ് ടീം കളിക്കാറ്. അപ്പോൾ അത് ഒരു നല്ലൊരു ഞങ്ങളുടെ ഒരു കോമ്പിനേഷൻ, നല്ലൊരു കോമ്പിനേഷനാണ് ഇപ്പോഴും ഞങ്ങൾ കളിക്കുമ്പോൾ. അപ്പോൾ റേച്ചേട്ടൻ്റെ കൂടെ തന്നെ കളിക്കാൻ പറ്റിയൊരു മറ്റൊരു വ്യക്തിയാണ് ഈ കാണുന്ന ആള് സജി. ലോക്കലി ഞങ്ങൾ കളിക്കുന്ന സമയത്ത് റെജിയും സജിയും നല്ല ടീമാണ്. സജിയുടെ സ്മാഷുകളാണ് ഏറ്റവും പ്രത്യേകതകൾ. സജി നല്ല സ്മാഷ് ചെയ്യും, നമ്മൾ എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ റേച്ചേട്ടനായിട്ട് അത് ഫിനിഷ് ചെയ്യും. മിക്കവാറും സമയങ്ങളിൽ നല്ലൊരു വെല്ലുവിളി തരാൻ പറ്റിയൊരു കോമ്പിനേഷനാണ് ഇവരുടെ രണ്ടുപേരുടെയും. അപ്പോൾ കാര്യം പുലികളാട്ടാ, ഞങ്ങളെല്ലാവരും ഒരു 40+ ആട്ടാ. പക്ഷെ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓരോ ദിവസവും ഇവിടെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു സെറ്റപ്പിലാണ് ഞങ്ങളെല്ലാവരും. പിന്നെ ഇവിടെ കാണുന്ന 2 പേരുണ്ട്. അതിലൊരാൾ സന്തോഷ്. സന്തോഷേട്ടൻ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ആവറേജ് സൈസിന് മുകളിലുള്ളവരാ മിക്കവാറും എല്ലാവരും. പക്ഷെ അവരുടെ ബാഡ്മിൻ്റൺ കളിക്കാൻ സൈസിൽ പ്രശ്നമില്ലെന്ന് തെളിയിക്കുന്ന ഒരു വ്യക്തിയാണ് അത്. പുള്ളിയുടെ പ്ലേസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്തില്ല. പുള്ളി അതേപോലെ തന്നെ ഗ്രൗണ്ട് കവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടാലൻ്റ് ആണ്. ഇവർ രണ്ടുപേരാണ് സാധാരണ പുറത്തുപോയി കളിക്കാൻ പറ്റും. പാഡിയും
സന്തോഷം. ഇതിപ്പോ നിൽക്കുന്നത് 12 നമ്പറിന്റെ അടിയിൽ നിൽക്കുന്നുണ്ട് ജിസ്മോൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഏറ്റവും നല്ല കളിക്കാരൻ ഞങ്ങളുടെ ഗ്രൂപ്പില്. അപ്പൊ ഞങ്ങൾ പുറത്ത് കളിക്കാൻ പോയി, ഒർലാൻഡോയിൽ കളിക്കാൻ പോയപ്പോ ഞങ്ങൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീം സെറ്റപ്പ് ചെയ്തപ്പോ ജിസ്മോനും സജിനിയും കൂടി വെച്ചിട്ട് കളിക്കാൻ ഇറക്കി വിട്ടെ. അവര് നന്നായിട്ട് കളിച്ചുട്ടാ. നന്നായിട്ട് കളിക്കാന്ന് മാത്രല്ല ഗഡികൾ സെമി ഫൈനലിൽ വരെ എത്തുകയും ചെയ്തു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ടീം അവർ തന്നെയായിരുന്നു കേട്ടോ. ഇനി പറയാൻ പോണ വ്യക്തി, കാണുന്ന വ്യക്തി ഉണ്ടല്ല, ഇതാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഏറ്റവും നല്ല എന്റർടൈനർ. കാരണം പുള്ളി വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഓളാണ് അവിടെ എല്ലാ കാര്യങ്ങൾക്കും. പുള്ളിയുടെ ഓരോ ഡയലോഗുകളും പുള്ളിയുടെ ഓരോ കളിച്ചിട്ടുള്ള ഓരോരോ നമ്പറുകളും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നേരം പോക്കാണ്. നേരം പോക്ക് മാത്രമല്ല, നമുക്കൊരു ബോറിംഗ് ഉണ്ടാവില്ല. തോറ്റു നിൽക്കുകയാണെങ്കിൽ പോലും പുള്ളി എപ്പോഴും പ്ലസന്റ് ആയിരിക്കും. ഞങ്ങളുടെ ഫ്ലോറിഡ ഫ്രദേഴ്സിലുള്ള ഒരു കലാകാരനാണ് അവിടെ മയക്കം പിടിച്ച് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിയുടെ പേര് ഷാന്നാണേ, ഹിന്ദിക്കാരനെ പുള്ളി. അപ്പോ അതുകൊണ്ട് ഏത് പരിപാടിയിലും പുള്ളി വന്നിട്ടുണ്ടെങ്കിൽ ഒരു മയക്ക കൊടുത്തിട്ടുണ്ടെങ്കിൽ പുള്ളി അവിടെ അങ്ങോട്ട് കിടന്നങ്ങോട്ട് പെരുമാറിക്കോളും. അപ്പൊ പിന്നെ നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു എന്റർടൈൻമെന്റിന്റെ കാര്യത്തില് നമുക്ക് വേറൊന്നും നോക്കേ വേണ്ട. പിന്നെ പറഞ്ഞു വരാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള മലയാളികളുടെ, നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു അതിഥി തൊഴിലാളിയായിട്ട് പുള്ളി, തൊഴിലാളി എന്ന് പറയാൻ പറ്റില്ല, ഒരു അതിഥിയാണ് പുള്ളി. അപ്പൊ അതിഥിയുടെ എല്ലാ റെസ്പെക്റ്റും കൊടുത്ത് നമ്മൾ പുള്ളിനെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ആ വരെയുള്ള ബനിയനിട്ട് നിൽക്കുന്ന കൊച്ചിന്റെ അടുത്ത് നിൽക്കുന്ന ഒരാളെ കണ്ട ഇങ്ങോട്ട് നോക്കിയിരിക്കുന്ന ആള്, അതാണ് ഷൻസി മാണി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. പുള്ളിയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കളിക്കാരനാണ്. ഇപ്പൊ കുറച്ച് ബിസിയാണ് പുള്ളി. ഇപ്പൊ കാറ്ററിംഗും പരിപാടികളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ബിസി ആയതുകൊണ്ട് എപ്പോഴും വരാറില്ല. പക്ഷെ ഇൻഡോറിൽ പോണ സമയത്ത് പുള്ളി നമ്മളുടെ അടുത്ത് വരാറുണ്ട്, കളിക്കാറുണ്ട്. നന്നായിട്ട് കളിക്കേണ്ട വ്യക്തിയാണ്. പിന്നെ എന്നെ പറ്റി കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമ്മളെ എവിടെ ചെണ്ടപ്പുറത്ത് കോലുണ്ടോ അവിടെയൊക്കെ നമ്മളുണ്ട്. അപ്പോ ബാഡ്മിന്റൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ തുടക്കം തുടങ്ങിയ ഒരു വീക്ക്നെസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കളി വന്നപ്പോ ഞങ്ങള് ആ ഗ്രൂപ്പിൽ ഞാൻ കയറിപ്പെട്ടപ്പോ തുടങ്ങിയിട്ട് ഞാൻ എപ്പോഴും ഇതിൽ ആക്റ്റീവാണ്. പിന്നെ ഞങ്ങൾ ഇൻഡോറിൽ പോയി കളിക്കുന്ന സ്ഥലമാണ് ഇപ്പൊ നിങ്ങൾ അവിടെ കാണുന്നത് തന്നെ. എന്റെ പാർട്ട്ണറാണ് ആ കൂടെ ഉണ്ടായത്. പിന്നെ ഇതിപ്പോ സിജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് ഫ്ലോറിഡ ഫെദേഴ്സിൽ വന്ന് കയറിയ ആളാണ്. പുള്ളിക്കാരത്തെ കാലത്തും നമ്മളോട് കളിക്കാൻ വരാറൊന്നുമില്ല. എങ്കിലും ഇൻഡോറിൽ പോണ സമയത്ത് നമ്മൾ കൂടെ കൊണ്ടുപോകണേ വേറെ ഗുണമുണ്ട് കേട്ടാ. നമ്മളിപ്പോ കളിക്കാൻ പോകുമ്പോ പുള്ളിക്കാരത്തി കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്തു നിന്നുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ടാണ് പൊക്കോളും. ഇതുകൊണ്ട് ഗുണമുണ്ടായി. നമുക്ക് ആ മിക്സഡ് ഡബിൾസിൽ പോയപ്പോ നമുക്ക് ട്രോഫി കിട്ടി. ഇതാണ് ഞങ്ങൾ പറഞ്ഞ മോഹൻചാന്റെ വീടിന്റെ ബാക്ക് യാർഡ്. ഈ ഒരു സ്ഥലമാണ് 20 വർഷമായിട്ട് നമുക്ക് വേണ്ടി അവർ ഡെഡിക്കേറ്റ് ആയിട്ട് നമ്മൾക്ക് തന്നേക്കണത്, ഡൊണേറ്റ് ചെയ്തേക്കണത്. അപ്പൊ നമ്മളിവിടെ കാലത്ത് വരിക, ലൈനൊക്കെ ക്ലിയർ ചെയ്യുക, നമ്മളവിടെ കളിക്കുക. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഫ്ലോറിഡ ഫെദേഴ്സിന്റെ പേര് വരാൻ കാരണങ്ങളുണ്ട്. ഒരു 3-4 ആൾക്കാർ കൂടിയിട്ടാണ് ഈ ഫെദേഴ്സിന്റെ പേര് എന്നെ സജസ്റ്റ് ചെയ്ത് വന്നത്. അന്നുണ്ടായിരുന്ന ഏറ്റവും മെയിൻ വ്യക്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് മോഹൻ ചേട്ടൻ, ഒന്ന് ജയ്ക്കുട്ടിയങ്ങള്, പിന്നെ ഒരു തോമസ് എന്ന് പറഞ്ഞ ചേട്ടൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജോസ്മൻ കരടൻ ആശാൻ. അപ്പോ ഇവരെല്ലാവരും കൂടിയാണ് ഈ സാധനത്തിന് ഫ്ലോറിഡ ഫെദേഴ്സ് എന്നുള്ള നാമകരണം ചെയ്തിട്ട് നമ്മള് ഇവിടെയാണ് തുടങ്ങണത് തന്നെ. 20 വർഷം മുന്നിട്ടാ. അപ്പോഴൊന്നും ഞാനൊന്നും ഇതിൽ ജോയിൻ ചെയ്തിട്ട് പോലും ഇല്ലാട്ടാ. ഞാൻ അമേരിക്കയിൽ എത്തിയിട്ട് പോലും ഇല്ല ആ സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ സെറ്റ് ചെയ്തിട്ട് അവർ തുടങ്ങണേ. അന്ന് ഇവരുടെ പിള്ളേരൊക്കെ ചെറുതായിരുന്നു. അപ്പൊ പിള്ളേര് പറയണ്ടായിരുന്നു, ഈ ഗ്രൗണ്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾ അവരുടെ തൂമ്പൊക്കെ എടുത്ത് കളച്ചൊക്കെ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പൊ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ഫാമിലി നമുക്ക് ഡൊണേറ്റ് ചെയ്തേക്കുന്ന സ്ഥലമാണത്. എല്ലാ ദിവസവും ചെല്ലും, നമ്മളവിടെ പറ്റുന്നിടത്തോളം ചെല്ലും. പിന്നെ മോഹൻചാന്റെ കാര്യം ഞാൻ ഏറ്റവും ആദ്യം പറയണ്ടായിരുന്നു. എയർഫോഴ്സിൽ നിന്ന് റിട്ടയർഡ് ആണ്, നന്നായിട്ട് കളിക്കും. പുള്ളിയുടെ പ്രായം നോക്കേണ്ട കാര്യമില്ല. ചില പ്ലേസുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലില്ല, നമ്മൾ ക്ലാസിക് ഷോട്ടുകൾ എന്ന് പറയുന്ന സംഭവമാണ്. സാധനമൊക്കെ എടുത്തിരുന്ന കണ്ടിട്ടുണ്ടെങ്കിലില്ല നമുക്ക് കൊതിയാവും. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ പുള്ളി ഇങ്ങനെയാണ് ഇപ്പൊ കളിക്കണമെന്നുണ്ടെങ്കിൽ മുന്നേ എന്തായിരുന്നു ഉണ്ടാവും എന്നുള്ളത്. കാരണം നല്ല കൺട്രോളാണ് പുള്ളിയുടെ കളിക്ക്. അതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ ഉണ്ട്, നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നല്ലൊരു കോമ്പറ്റീഷൻ കിട്ടുമ്പോഴാണ്, അല്ലെങ്കിൽ നല്ലൊരു ടഫ് ആയിട്ടുള്ളത് കിട്ടുമ്പോഴാണ് നമ്മുടെ ടാലന്റ് കൂടി കൂടുക. അതിന് പറ്റിയൊരു ടീമാട്ടെ മോഹൻ ചേട്ടൻ. ഞങ്ങള് ഏകദേശം ഒരു 6-6:30 ആകുമ്പോ, വെളുപ്പിന് ഒരു 6 മണിക്ക് ഒരു 6:30 ആകുമ്പോ ഞങ്ങൾ ഈ സ്ഥലത്തെത്തി. ഞങ്ങൾ ആദ്യം ലൈനൊക്കെ ക്ലിയർ ചെയ്ത് ഞങ്ങളിവിടെ പരിപാടിയെ തുടങ്ങും. മിക്കവാറും 6:30 ആകുമ്പോഴേക്കും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അതല്ലെങ്കിൽ ചിലപ്പോൾ കാറ്റുണ്ടെങ്കിൽ ചിലപ്പോൾ പറ്റില്ല, കാറ്റുണ്ടെങ്കിൽ ഞങ്ങൾ പരമാവധി അവോയ്ഡ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു 6:30 ആകുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്യും. അപ്പോ മോഹൻ ചേട്ടനാണെങ്കിൽ അവിടെ റെഡി ആയിരിക്കും. പിന്നെ ഞങ്ങൾ ചെല്ലേണ്ട താമസമുള്ളൂ. ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ ആക്ട് ചെയ്യുക. ഒരു 2 മണിക്കൂർ ദിവസം കാലത്ത് കളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു സുഖമാട്ടാ. പിന്നെ പറയാലോ, നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ റീത്താൻ്റെ അവിടെ ഇരിക്കണേ, നമുക്ക് വേണ്ടുള്ള സാധനങ്ങളൊക്കെ അടിപൊളിയായിട്ട് പുള്ളിക്കാർക്ക് സെറ്റ് ചെയ്താണ് തന്നോളാം. ഇത് കണ്ട ഗടികളെ, ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലായിട്ടാ റീത്താൻ്റെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മുട്ടക്കറിയാണ് കാണണേ. അതിന്റെ കൂടെ മധുരക്കിഴങ്ങും പിന്നെ പുള്ളിക്കാരത്തി തന്നെ ഉണ്ടാക്കിയ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ബ്രെഡും. അപ്പൊ ഇന്ന് താങ്ക്സ്ഗിവിംഗിന്റെ പരിപാടിയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഒരു പരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്തു. റീത്താൻ്റെ പറഞ്ഞു ഇന്ന് എല്ലാവർക്കും മുട്ടക്കറി ഉണ്ടാക്കാം, ബ്രെഡും മുട്ടക്കറിയും കഴിക്കാന്ന് പറഞ്ഞു.
അങ്ങനെ അത് കൊണ്ടുവന്നപ്പോ നമ്മുടെ നിക്സൺ ബായ് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കിയ വൈൻ ഉണ്ടായിരുന്നു. അവനോട് ഈ റെസിപ്പി ഒന്ന് ചോദിക്കണട്ടാ. അവന്റെ ആരെങ്ങാണ്ട് ലണ്ടനിൽ നിന്ന് അങ്ങോട്ട് വന്നപ്പോ കൊടുത്ത സാധനം എന്ന് പറഞ്ഞ നല്ല സൂപ്പർ സാധനമായിരുന്നു. ഞാൻ കുറച്ച് കഴിച്ചു. കാലത്ത് തന്നെ വെറും വയറ്റിലേ വൈനേ ഒരെണ്ണടിച്ചു. വലിയ കുഴപ്പമുണ്ടായില്ലേട്ടാ. ഇതാണ് ഞങ്ങളുടെ അടുത്തുള്ള ഇൻഡോർ സ്റ്റേഡിയം. ഇവിടെ എനിക്കൊരു 3 കോർട്ട് ഉണ്ട്. ഇവിടെ ഞങ്ങൾ കളിക്കാൻ പോകും. ആഴ്ചയിൽ 2 ദിവസം അവിടെ കളിയുണ്ട്. നല്ല കളിയാട്ടാ. അവിടെ നല്ല സുഖമാണ്, ലൈറ്റ് ഉണ്ട്, ഫ്രീയും ആണ്. നമ്മളവിടെ ചെല്ലേണ്ട കാര്യമുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ നെറ്റ്, ഗ്രൗണ്ട്, എല്ലാ സാധനങ്ങളും നമുക്ക് തരും. നമുക്ക് അവിടെ പോയി കളിക്കാം. പിന്നെ ഇവിടെ കൊറോണ ഉണ്ടായിരുന്ന സമയത്തുണ്ടല്ല നമ്മളൊരു ഉപാധി കണ്ടെത്തി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും പുറത്ത് പോയിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ വീടിന്റെ അകത്ത് തന്നെ ഒരു ചെറിയ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു സെറ്റപ്പ് ആണ് റെഡിയാക്കി. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഗുണ്ടായിട്ടാണ് നമുക്ക് മൂവ്മെന്റ്സ് ശരിയാക്കാനും അതെല്ലാം നമുക്ക് പറ്റി. പിന്നെ ഫാമിലി എല്ലാവരും കൂടി കൂടുമ്പോൾ ഒരു രസം കൂടിയല്ലേ. അപ്പൊ നോക്കുമ്പോ എന്താ, പിള്ളേർക്ക് അപ്പം കൂടെ ഉണ്ട് കളിക്കാനായിട്ട്, അല്ലെങ്കിൽ അമ്മേന്റെ കൂടെ ഉണ്ട്. അപ്പൊ അതൊരു വലിയൊരു കാര്യമാണ് അവർക്ക്. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മള് നേരത്തെ പറഞ്ഞില്ലേ, തുടക്കം കണ്ടില്ലേ, ആ ട്രോഫി കിട്ടിയ കഥ. ആ ട്രോഫി കിട്ടിയ കഥയിലേക്കാണ് പോണത്. അവിടുത്തെ കാര്യങ്ങളാണ് ഇനി കാണാൻ പോണത്. ഇതാണ് ഒർലാൻഡോയിലത്തെ ഇൻഡോർ സ്റ്റേഡിയം. അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളാണ് ഇനി നമ്മൾ പറയണത്. നമ്മൾ പറയാലോ നിങ്ങൾ കാണാൻ പോണത്. ഫോമ എന്ന് പറയുമ്പോൾ അറിയാലോ, മിക്കവാറും നിങ്ങൾക്ക് നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. മലയാളി സംഘടനകളുടെ സംഘടനയാണ് ഫോമ എന്ന് പറഞ്ഞത്. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അണ്ടറിൽ എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള മലയാളി സംഘടനകളും ഉണ്ട്. അപ്പോൾ അവരാണ് ഇവിടെ ടൂർണമെന്റ് നടത്തുന്നത്. അപ്പോൾ പലയിടത്തു നിന്നുള്ള, ഫ്ലോറിഡയിൽ നിന്നുള്ള എല്ലാ സ്ഥലത്തു നിന്നുള്ള ടീമുകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മയാമിന്ന് ഞങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ വേറെ 2-3 ടീമുകൾ ഉണ്ടായിരുന്നു. പിന്നെ വേറെ ഗുണം ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, കളിക്കാൻ പോയ സമയത്ത് നമ്മൾ ഫുഡ് കരുതിണ്ടായിരുന്നു. നമ്മുടെ അപ്പനും അമ്മയായിരുന്നു ഫുഡ് കമ്മിറ്റി. അപ്പോൾ വന്ന 8-10 ആൾക്കാർക്ക്, അതായത് ഞങ്ങൾ 8 ആൾക്കും പിന്നെ അവിടെ നിന്ന് കുറച്ച് ആൾക്കാർ വേറെയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ ഫുഡിന്റെ കാര്യങ്ങൾ ഞങ്ങളെ ചെയ്യാന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, അവര് നനച്ചത്, പഴം, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് നമ്മൾ റെഡിയാക്കിയിരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താന്ന് വെച്ചാല് ഇതാണ് ഞങ്ങൾ രണ്ടുപേരും മിക്സഡ് ഡബിൾസിൽ ഞാനും എൻ്റെ ഭാര്യയും കൂടിയാണ് കളിച്ചിരുന്നത്. അപ്പൊ അതിൽ ഞങ്ങൾക്ക് ട്രോഫി കിട്ടി. 5-6 ടീം ഉണ്ടായിരുന്നു കേട്ടാ. കാര്യം സംഭവം ഇതൊക്കെയാണെങ്കിലും കുറച്ച് വേർത്തിട്ട കിട്ടിയത്. അപ്പോൾ എന്നാലും ഫ്ലോറിഡ ഫെദേഴ്സിനെ അഭിമാനിക്കാൻ പറ്റിയൊരു നിമിഷമായിരുന്നു അത്. പക്ഷെ ഫ്ലോറിഡ ഫെദേഴ്സിൽ ഞങ്ങൾ ഇത്ര ആൾക്കാരെ കൂട്ടായ്മയും ഈ ഒരു 20 വർഷത്തെ കാര്യങ്ങളിലുള്ള ഞങ്ങൾക്ക് കിട്ടിയൊരു നേട്ടമാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ട്രോഫിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി. അപ്പൊ അങ്ങനെ നമ്മളെല്ലാ സെലിബ്രേഷനും കൂടിയിട്ട് ഇവിടെ ബാർബിക്കൊക്കെ ഉണ്ടാക്കി നമ്മൾ പൊളിക്കാനുള്ള പരിപാടിയാണ്. ഇനി നമുക്ക് ബാർബിക്ക് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മളുടെ പരിപാടിക്ക് നിങ്ങൾ എല്ലാവരും ശരിക്കാണ്. അപ്പൊ നമുക്ക് ബാക്കിയൊക്കെ ഇനി ഇവിടെ വെച്ച് കാണാം. എന്തൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ച് കാണാം. അപ്പൊ പറഞ്ഞോണം, ഞങ്ങളുടെ 20 വർഷത്തെ ബർത്ത്ഡേ, 20ാം വയസ്സിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് കാണുന്നത്.
അപ്പൊ നമ്മള് നമ്മുടെ പരിപാടിയിൽ നിന്ന് പരിസമാപ്തിയാക്കി. എല്ലാം നമ്മൾ ബാർബിക്യൂ ഉണ്ടാക്കി, ബർഗർ ഉണ്ടാക്കി, ഹോട്ട് ഡോഗ് ഉണ്ടാക്കി, അടിച്ച് പൊളിച്ച് തകർത്താണ് ചാരപ്പരിവാക്കിണ്ട് നമ്മളെല്ലാവരും കൂടി. എന്നിട്ട് എല്ലാവരും പരിപാടിയൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും പിരിയാണ്. അപ്പൊ ഇന്ന് നമ്മളിവിടെ എല്ലാ സെലിബ്രേഷനും നിങ്ങളും കൂടി ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ താങ്ക് യു വെരി മച്ച്. ബാക്കി നമുക്ക് ഇനി അടുത്ത പരിപാടിയിൽ കാണാം. ഓക്കെ, അപ്പൊ നമ്മുടെ ചാനലിന്റെ കാര്യം മറക്കരുത്. അത് എപ്പോഴും പറയിക്കുന്നുണ്ടല്ലോ, ആവശ്യമൊന്നുമില്ലല്ലോ. വേണ്ട രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടാ. താങ്ക് യു ട്ടാ. ബൈ.